Hi children, welcome to science class. Last class we have studied about electrostatic force, gravitational force, friction, etc. Okay, today you are going to study pressure exerted by liquids and gases. Pressure exerted by liquids and gases. Gases ഉം liquids ഉം pressure exert ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കുറച്ച് activities വരുന്നുണ്ട്. First activity, ഇതാണ് activity. Okay, take a transparent glass tube or a plastic pipe. Or a transparent glass tube or plastic pipe. The length of the pipe or tube should be about 25 centimeter and its diameter should be 5 to 7.5 centimeter. ഈ പൈപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 25 സെന്റിമീറ്ററും ഡയമീറ്റർ 5 സെന്റിമീറ്റർ or 7.5 സെന്റിമീറ്റർ ഉള്ളതാണ്. പിന്നെ എന്താ വേണ്ടത്? ടേക്ക് എ പീസ് ഓഫ് തിൻ ഷീറ്റ് ഓഫ് എ ഗുഡ് ക്വാളിറ്റി റബ്ബർ. ഒരു റബ്ബർ ഷീറ്റ് എടുക്കുക അല്ലെങ്കിൽ റബ്ബർ ബലൂൺ എടുക്കുക. സ്ട്രെച്ച് ദ റബ്ബർ ഷീറ്റ് ടൈറ്റ്ലി ഓവർ ദ വൺ എൻഡ് ഓഫ് ദ പൈപ്പ്. എന്നിട്ട് പൈപ്പിന്റെ ഒരു എൻഡില് ഈ റബ്ബർ ഷീറ്റ് കെട്ടണം. ഹോൾഡ് ദ പൈപ്പ് അറ്റ് ദ മിഡിൽ കീപ്പിംഗ് ഇറ്റ് ഇൻ എ വെർട്ടിക്കൽ പൊസിഷൻ. എന്നിട്ട് ഇതുപോലെ ഹോൾഡ് ചെയ്യുക. വെർട്ടിക്കൽ പൊസിഷനിൽ ഇതുപോലെ മിഡിലില് ഹോൾഡ് ചെയ്യുക. Ask one of your friends to pour some water in the pipe. എന്നിട്ട് പൈപ്പിലേക്ക് വാട്ടർ ഒഴിക്കാൻ പറയുന്നുണ്ട്. Does the rubber sheet bulge out? വാട്ടർ ഒഴിക്കുന്നതിനനുസരിച്ചിട്ട് താഴെ വെച്ചിട്ടുള്ള റബ്ബർ ഷീറ്റ് ബൾജ് ചെയ്യും, വീർത്ത് വരും. Note also the height of water column in the pipe. എന്നിട്ട് നമ്മൾ ആ പൈപ്പിൽ എടുത്തിട്ടുള്ള വാട്ടർ എത്ര വരെ വാട്ടർ എടുത്തു എന്നുള്ളത് മാർക്ക് ചെയ്യണം. For some more water, കുറച്ചുകൂടെ വാട്ടർ ആഡ് ചെയ്യുക. വാട്ടർ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് റബ്ബർ ഷീറ്റ് എന്താവും? വീണ്ടും വീണ്ടും ബൾജ് ചെയ്ത് വരും. ബൾജ് ചെയ്യുന്നതിന്റെ നോക്കുക, വാട്ടറിന്റെ ലെവൽ എത്രയാന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ റബ്ബർ ഷീറ്റ് ബൾജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഇതിൽ എടുത്തിട്ടുള്ള വാട്ടർ ഡൗൺവേർഡ് പൊസിഷനിലേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് താഴെ വെച്ചിട്ടുള്ള ബലൂൺ ബൾജ് ചെയ്ത് വരുന്നത്, വീർത്ത് വരുന്നത്. പ്രഷർ എക്സേർട്ടഡ് ബൈ വാട്ടർ അറ്റ് ദ ബോട്ടം ഓഫ് ദ കണ്ടെയ്നർ ഡിപ്പെൻഡ്സ് ഓൺ ദ ഹൈറ്റ് ഓഫ് ഇറ്റ്സ് കോളം. അപ്പൊ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് അതിലൊഴിക്കുന്ന വാട്ടർ കൂടും. വാട്ടർ കൂടുമ്പോൾ അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കൂടും. നെക്സ്റ്റ് അനദർ ആക്ടിവിറ്റി. ആ ആക്ടിവിറ്റിയിൽ എന്താ പറയുന്നത്? ലിക്വിഡ് എക്സേർട്ട് പ്രഷർ ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഒരു ലിക്വിഡ് കണ്ടെയ്നറിന്റെ വോളിലേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ആക്ടിവിറ്റി ആണ്. വാട്ട് ഇസ് ദ ആക്ടിവിറ്റി? ടേക്ക് എ പ്ലാസ്റ്റിക് ബോട്ടിൽ. പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. യു ക്യാൻ ടേക്ക് എ ഡിസ്കാർഡഡ് വാട്ടർ ഓർ സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിൽ. ഫിക്സ് സിലിണ്ടറിക്കൽ ഗ്ലാസ് ട്യൂബ്. ഒരു ഗ്ലാസ് ട്യൂബ്, ഇതുപോലത്തെ ഒരു ഗ്ലാസ് ട്യൂബ് ഫിക്സ് ചെയ്യണം. എന്തിന്റെ മുകളില്? നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ മുകളിൽ. എങ്ങനെ ഫിക്സ് ചെയ്യുന്നത്? യു ക്യാൻ ഡു സോ ബൈ സ്ലൈറ്റ്ലി ഹീറ്റിംഗ് വൺ എൻഡ് ഓഫ് ദ ഗ്ലാസ് ട്യൂബ്. ഗ്ലാസ് ട്യൂബിന്റെ ഒരു എൻഡ് ഹീറ്റ് ചെയ്യുക. അപ്പൊ ആ ഹീറ്റിന്റെ നന്നായി ഹോട്ടായി നിൽക്കുന്ന ഗ്ലാസ് ട്യൂബ് ആണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് വെച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അവിടെ ഈസി ആയിട്ട് അതിലേക്ക് വെക്കാൻ പറ്റും. ഹോള് വരും, അപ്പൊ ഈസി ആയിട്ട് അവിടേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഗ്ലാസ് ട്യൂബ്. ആൻഡ് ദെൻ ക്വിക്ക്ലി ഇൻസേർട്ടിംഗ് ഇറ്റ് നിയർ ദ ബോട്ടം ഓഫ് ദ ബോട്ടിൽ. മേക്ക് ഷുവർ ദാറ്റ് ദ വാട്ടർ ഡസ് നോട്ട് ലീക്ക് ഫ്രം ദ ജോയിന്റ്. വാട്ടർ ലീക്ക് ആവുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇഫ് ദർ ഇസ് എനി ലീക്കേജ് സീൽ ഇറ്റ് വിത്ത് മോൾട്ടൺ വാക്സ്. ലീക്കേജ് ഉണ്ടെങ്കിൽ അത് എന്താക്കണം? ലീക്കേജ് മാറ്റണം. കവർ ദ മൗത്ത് ഓഫ് ദ ഗ്ലാസ് ട്യൂബ് വിത്ത് എ തിൻ റബ്ബർ ഷീറ്റ് ആസ് യു ഡിഡ് ഇറ്റ് ഇൻ ആക്ടിവിറ്റി ഇൻ 11.8. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഇതിന്റെ ഗ്ലാസ് ട്യൂബിന്റെ മൗത്തില് കവർ ചെയ്യണം. റബ്ബർ ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ ഗ്ലാസ് ട്യൂബിന്റെ മൗത്തില് കവർ ചെയ്യണം. നമ്മൾ എന്താ ചെയ്യണത്? വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. pour some water in the bottle. ബോട്ടിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് യു ക്യാൻ സീ ചേഞ്ച്. നിങ്ങൾക്ക് ചേഞ്ച് കാണാൻ പറ്റും. എന്ത് ചേഞ്ച് ആണ് കാണുന്നത്? ഈ ഇവിടെ വെച്ചിട്ടുള്ള റബ്ബർ ബലൂൺ എന്താ സംഭവിക്കുന്നത്? റബ്ബർ ഷീറ്റ് അല്ലെങ്കിൽ ബലൂൺ എന്ത് ചെയ്യും? ബൾജ് ചെയ്യും, വീർത്ത് വരും അല്ലെ? എന്താ അതിന്റെ റീസൺ? ഇതിലെടുത്തിട്ടുള്ള ലിക്വിഡ് ഈ ബോട്ടിൽ എന്ന് പറയുന്ന കണ്ടെയ്നറിന്റെ സൈഡിലേക്ക്, വോളിലേക്ക് പ്രഷർ കൊടുക്കുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് എന്ത് വരുന്നത്? ഈ ബലൂൺ വീർത്ത് വരുന്നത്. Okay, bulging of the rubber sheet in this case indicate that water exert pressure on the sides of the container. Okay, next another activity. Take a empty plastic bottle or a cylindrical container. ഇതുപോലെ ഒരു plastic bottle എടുക്കുക. You can take used tin can or a used plastic bottle. Drill 4 holes all around near the bottom of the bottle. ബോട്ടിലിന്റെ ബോട്ടത്തില് 4 ഒരേ ഹൈറ്റില് 4 ഹോൾസ് ഉണ്ടാക്കണം.
Make sure that the holes are at the same height from the bottom. Now fill the bottle with water. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ ബോട്ടത്തിൽ നിന്ന് ഒരേ ഹൈറ്റില് 4 ഹോള് 4 സൈഡിൽ ഉണ്ടാക്കി അതിനുശേഷം വാട്ടർ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. Do the different streams of water coming out of the holes fall at the same distances from the bottle. ബോട്ടിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസസിലാണ് എന്ത് വരുന്നത്? വാട്ടർ പുറത്തേക്ക് വരുന്നത്. വാട്ട് ഡസ് ദിസ് ഇൻഡിക്കേറ്റ്? അതിന്റെ റിസൾട്ട് എന്താണ്? ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമ്മൾ എന്താ മനസ്സിലായത്? ലിക്വിഡ് എക്സേർട്ട്, ലിക്വിഡ് ആണ് ഇവിടെ, വാട്ടർ ലിക്വിഡ് ആണ്. വാട്ടർ എക്സേർട്ട് ഈക്വൽ പ്രഷർ അറ്റ് ദ സെയിം ഡെപ്ത്. ഒരേ ഡെപ്തില് കൊടുക്കുന്ന ഒരേ ഫോഴ്സിലാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. അപ്പൊ എന്താ മനസ്സിലായത്? വാട്ടർ എക്സേർട്ട് ഈക്വൽ പ്രഷർ അറ്റ് സെയിം ഡെപ്ത്. ഒരേ ആഴത്തില് ഒരേ പ്രഷർ ആണ് എക്സേർട്ട് ചെയ്യുന്നത്. ഓക്കെ, വാട്ടറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു വാട്ടർ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, വോളിലേക്ക് എക്സേർട്ട് ചെയ്യുന്നു, ഡൗൺവേർഡ് പൊസിഷനിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, ഒരേ ഡെപ്തില് വാട്ടർ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഗ്യാസസ് ടു എക്സേർട്ട് പ്രഷർ ഓൺ ദ വാൾസ് ഓഫ് ദിയർ കണ്ടെയ്നർ. ഗ്യാസസും എന്താ ചെയ്യുന്നത്? കണ്ടെയ്നറിന്റെ വാൾസിലേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അറ്റ്മോസ്ഫറിക് പ്രഷർ. Atmospheric pressure. What is atmosphere? You know that there is air all around us. നമുക്ക് ചുറ്റും എയർ ഉണ്ട്. This envelope of air is known as atmosphere. ആ എയറിനെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എയർ. The envelope of air, this envelope of air is known as atmosphere. നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള എയറിനെയാണ് എന്ത് പറയുന്നത്? atmosphere എന്ന് പറയുന്നത്. What is atmospheric pressure? The pressure exerted by this air is known as atmospheric pressure. Air exert ചെയ്യുന്ന pressure എന്ന് പറയുന്ന പേരാണ് atmospheric pressure. We know that pressure is force per unit area. Pressure കാണുന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ നോക്കി. Pressure is force per unit area. Force by area, that is pressure. Okay. Last activity. Take a good quality rubber sucker. It looks like small rubber cup. ഒരു atmospheric pressure ന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. Take a good quality rubber sucker. It looks like a small rubber cup. Press it hard on a smooth plain surfaces. Does it stick to the surfaces? Now try to pull it off the surface. Can you do it? ഒരു ആക്ടിവിറ്റി ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താ ആക്ടിവിറ്റി പറഞ്ഞിട്ടുള്ളത്? ഒരു റബ്ബർ സക്കർ എടുത്തിട്ട് അല്ലെങ്കിൽ റബ്ബർ കപ്പ് എടുക്കുക. ആ റബ്ബർ കപ്പ്, സ്മോൾ റബ്ബർ കപ്പ് പോലെയുള്ള റബ്ബർ സക്കർ എടുക്കുക. അതിനൊരു സ്മൂത്ത് പ്ലെയിൻ സർഫസിലേക്ക് പ്രസ് ചെയ്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ആ സർഫസിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇനി എന്താ ചെയ്യുന്നത്? അതിനെ വലിച്ചെടുക്കാനാണ് പറയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. When you press the sucker, most of the air between its cup and the surfaces escape out. The sucker sticks to the surfaces because the pressure of the atmosphere acts on it. To pull the sucker of the surface, the applied force should be large enough to overcome the atmospheric pressure. This activity might give you an idea about the magnitude of atmospheric pressure. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പൊ അതവിടെ ഒരു പ്ലെയിൻ സർഫസിൽ ഈ റബ്ബർ സക്കർ സ്റ്റിക്ക് ആവുന്നുണ്ട്. എന്തുകൊണ്ട് സ്റ്റിക്ക് ആവുന്നത്? അതിന്റെ ഉള്ളിലുള്ള എയർ പുറത്തേക്ക് പോകുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് എന്താവുന്നത്? സ്റ്റിക്ക് ആവുന്നത്. അതിന്റെ ഉള്ളിലുള്ള എയർ പുറത്തേക്ക് പോകുന്ന സമയത്ത് പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. ഹൈ പ്രഷർ, ലോ പ്രഷർ ഒക്കെ ഉണ്ട്. ഹൈ പ്രഷർ ഉള്ള ഏരിയ ആയിരിക്കും പുറത്തില്, ലോ പ്രഷർ ഉള്ള ഏരിയ ആയിരിക്കും ഉള്ളിൽ ഉണ്ടാവുക. അപ്പൊ ലോ പ്രഷർ ഏരിയ എന്ത് ചെയ്യും? പുഷ് ചെയ്യും. ലോ പ്രഷർ ഏരിയ പുഷ് ചെയ്യുന്ന സമയത്ത് റബ്ബർ സക്കർ പ്ലെയിൻ സർഫസിൽ സ്റ്റിക്ക് ആവും. ഓക്കെ, ഇപ്പൊ ഉള്ളിലെ ലോ പ്രഷർ ആണ്, പുറമെ ഹൈ പ്രഷർ ആണ്. ലോ പ്രഷർ ഏരിയ എന്താവുന്ന സമയത്ത് പുഷ് ചെയ്യുന്നതിന്റെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പ്രഷർ എപ്പോഴും ലോ പ്രഷറിന് ലോ റീജിയൻ ഹൈ റീജിയനിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പൊ ലോ പ്രഷർ ഏരിയ പുഷ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് റബ്ബർ സക്കർ സ്റ്റിക്ക് ആവുന്നത്. റബ്ബർ സക്കറിൽ എയർ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? എയർ ഇല്ലെങ്കിൽ അത് അവിടുന്ന് നമുക്ക് പുള്ള് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ പുറത്തേക്ക് പുള്ള് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. ഓക്കെ, ലാസ്റ്റ് Otto von Guericke, a German scientist of 17th century, invented a pump to extract air out of a vessel. With the help of this pump, he demonstrated dramatically the force of the air pressure. He joined two hollow metallic hemispheres of 51 centimeter diameter each and pumped air out of them.
Then he employed 8 horses on each hemisphere to pull them apart. So great is the force of air pressure that the hemisphere could not be pulled apart. എന്താ സംഭവിച്ചത്? ഈ ഓട്ടോ വൺ Guerick, a German scientist 17th സെഞ്ചുറിയിൽ ഒരു പമ്പ് ഇൻവെന്റ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? പമ്പ് ഇൻവെന്റ് ചെയ്തു. ആ പമ്പ് യൂസ് ചെയ്തിട്ട് ഒരു വെസലിന്റെ ഉള്ളിലുള്ള എയറിനെ കംപ്ലീറ്റ് പുറത്തെടുത്തു. അതിനുശേഷം 8 ഹോഴ്സസ്, 2 സൈഡിലും 8 ഹോഴ്സസിനെ വെച്ചിട്ട് ആ വെസലിനെ വലിക്കാൻ നോക്കിയ സമയത്ത് ആ വെസൽ അവിടുന്ന് മൂവ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത്? ദർ ഇസ് നോ എയർ ഇൻസൈഡ്. അതിനുള്ളിൽ എയർ ഇല്ലാത്തത് കാരണം ഇത്രയും ഹോഴ്സ്, 2 സൈഡിലും 8 ഹോഴ്സസ് ഉണ്ട്, 16 ഹോഴ്സസ് ഉണ്ട്. ഈ ഹെമിസ്ഫിയറിന് എന്തൊക്കെ ചെയ്യുന്നത്? പുൾ ചെയ്തിട്ട് അതിനവിടുന്ന് മൂവ് ചെയ്യിക്കാനേ പറ്റുന്നില്ല. എന്താ കാരണം? എയർ അവിടെ അതിന്റെ ഉള്ളിൽ ഇല്ല. അപ്പൊ എയർ ഉണ്ടെങ്കിലേ അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, chapter finished. Study well. Thank you.